വസല്ലമ തൻ്റെ സ്വന്തം ജന്മദിനത്തിൽ സന്തോഷം കൊണ്ട് പ്രകടിപ്പിച്ച് ഒരു മൃഗത്തെ അറുത്തു എന്ന ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. എന്താണ്? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖഅ നഫ്സിഹി ബഅദ നുബുവ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മൃഗത്തെ അറുത്തു കൊടുത്തത് തൻ്റെ നുബുവത്തിന് ശേഷമാണ്. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്നു. ബൈഹഖി പറയുന്നു, ഹുവ ഹദീസ്, ഈ ഹദീസ് ഏതാ? മുൻകർ. ഇത് മുൻകറായ ഹദീസാണ്. മാത്രമല്ല ഖാല ഇബ്നു ഹജർ, മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനിയും ഈ ഹദീസുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നു, ലാ യസ്ബുത്ത്, ഇത് സ്വീകരിക്കാൻ പറ്റിയതല്ല, ഇത് സ്വീകാര്യയോഗ്യമല്ല. മാത്രമല്ല ഇമാം നവവി റഹിമഹുല്ല, രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം നവവി റഹിമഹുല്ല ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, വഹാദാ ഹദീസും ബാത്തിലും, ഇത് പൊള്ളയായ ഹദീസാണ്, പൊള്ളയായ ഹദീസാണ് വിശദീകരിക്കുന്നു. ഫഹുവ ഹദീസും ബാത്തിലും, ഇങ്ങനെ തുടങ്ങി ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വന്തത്തിന് വേണ്ടി അറുത്തു എന്ന വിഷയം, ഇത് എപ്പോഴാണ് അറുത്തത്? ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖീഖ അറുത്തു എന്ന. അഖീഖ അറുക്കുന്നത് എങ്ങനെയാണ് നബിദിനത്തിന് തെളിവാവുക? അഖീഖ എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ അത് ചെറുപ്പത്തിലായാലും വലുതായാലും, ഇപ്പം എനിക്ക് എൻ്റെ അഖീഖ ഞാൻ ചെറുപ്പത്തിൽ അറുത്തില്ല, ഇപ്പോൾ അറുക്കാം, അതിങ്ങനെ ജന്മദിനത്തിന് തെളിവാകുന്നു. മാത്രമല്ല ഇവർ കൊണ്ടുവന്ന ഈ ഹദീസ്, ബൈഹഖി ഉദ്ധരിച്ച ഈ ഹദീസിനെ സംബന്ധിച്ച് ഇതിൻ്റെ സനദിൽ വന്ന അബ്ദുല്ലാഹി ഇബ്നു മുഹറർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ആക്ഷേപാർഹമാണെന്നാണ് പറഞ്ഞത്. ആ ഹദീസ് ഒരിക്കലും സ്വീകരിക്കാത്തതിൻ്റെ കാരണം, അബ്ദുല്ലാഹി ഇബ്നു മുഹറർ എന്ന വ്യക്തിയുണ്ട്, ഖാല ഹാഫിൽ, അദ്ദേഹം ഉദ്ധരിക്കുന്നു, ഹുവ മത്റൂഖ്, അദ്ദേഹം മത്റൂഖാണ്, അദ്ദേഹത്തെ സ്വീകരിക്കാൻ പറ്റൂല. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇമാം നവവി റഹിമഹുല്ല അടക്കം അദ്ദേഹത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു, അദ്ദേഹം ലൊഈഫാണ്, മുത്തഫഖുൻ അലൈഹി, അദ്ദേഹം ലൊഈഫാണെന്നുള്ളത് മുത്തഫഖുൻ അലൈഹിയാണ്. മാത്രമല്ല ഈ മനുഷ്യന് അബ്ദുല്ലാഹി ഇബ്നു മുഹറർ എന്ന വ്യക്തിയെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റ് ഹദീസുകൾ, ആ മറ്റു ഹദീസുകൾ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം ഇദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചു എന്നാണ് മഹാന്മാരായുള്ള പണ്ഡിതന്മാർ മുഴുവനും ഇദ്ദേഹത്തെ വിശദീകരിച്ചത് കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഇവർ കൊണ്ടുവന്ന ആ സംഗതി ഒരിക്കലും നബിദിനവുമായി ബന്ധപ്പെട്ട് നിലക്കുന്നതല്ല, നബിദിനവുമായി ബന്ധപ്പെട്ട ഒരു അരവരി പോലും അതിൽ കാണുക സാധ്യമല്ല. അത് അഖീഖയുമായി ബന്ധപ്പെട്ട ആ ഉദ്ധരണിയടക്കം ദുഅഫാണെന്ന് വളരെ കൃത്യമായി വിശദീകരിച്ചു.